അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് പ്രശ്നം. സാധാരണ ലോസ് വരുമ്പോഴത്തേനും മാക്സിമം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇത് ഇപ്പം റിക്കവർ ആവും. പക്ഷെ പ്രോഫിറ്റ് വരുമ്പോഴത്തേനും അതനുസരിച്ച് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള മനസ്സ് അങ്ങോട്ട് സമ്മതിയില്ല. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എടുത്തത് ജസ്റ്റ് നല്ലൊരു ഫോള് കണ്ട പറഞ്ഞാൽ തന്നെ ഈ ഒരു പുൾ ബാക്കിൽ നല്ലൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പൊസിഷൻ ആയിരുന്നു. എന്നിരുന്നിട്ട് കൂടി എനിക്ക് എൻ്റെ ഇമോഷൻസ് അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആകെ എന്താ പറയുക, ഈ ചെറിയൊരു ഫോളിൽ തന്നെ ഞാൻ പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നു പ്രീമിയത്തിൻ്റെ പോയിന്റ് കയറുന്ന കണ്ടിട്ട്. അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മിനിമം ഈ ഒരു ലെവലെങ്കിലും എനിക്ക് ക്യാച്ച് ചെയ്യാമായിരുന്നു, എന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. സാധാരണ പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് വേണ്ടത്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. ലോസ് വരുമ്പോൾ മാത്രം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അനാവശ്യമായിട്ട് ട്രേഡ് എടുത്ത് കളയാറാണ് പതിവ്. പക്ഷേ ഇവിടെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ്, നല്ലൊരു ട്രെൻഡിങ് ഡേയും കൂടെ ആയിരുന്നു. നിഫ്റ്റിയിലും അത് കണക്കായിരുന്നു, നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1:30 വരെ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇനി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇല്ല നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര ചെറിയൊരു സ്റ്റോപ്പ് ലോസും വെച്ച്, ചെറിയൊരു ടാർഗറ്റ്, ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഫോളോ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്തു. ജസ്റ്റ് 1000 rupees എങ്ങാണ്ടോ ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ 2 ട്രേഡിലും കൂടെ ആയിട്ട് 5000 മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓവറോൾ നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ലാഭമുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇന്ന് നല്ലൊരു ട്രെൻഡിങ് ഡേയും കൂടെ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ്, എനിക്കൊന്ന് 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നല്ലൊരു ഡേ കാണുന്നത്. ട്രേഡേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാനത് മിസ് ചെയ്തു. കുഴപ്പമില്ല. സാധാരണ ഇങ്ങനെ മിസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഓവർ ട്രേഡ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് കൂടെ കൊണ്ട് കളയാറാണ് പതിവ്. പക്ഷേ ഇത്തവണ ആ പതിവ് തെറ്റിച്ചു. അതിലെന്തായാലും സന്തോഷമുണ്ട്. എന്തായാലും ഇനി അടുത്തൊരു ദിവസത്തെ ട്രേഡായിട്ട് കാണാം.